അടുത്തത് ചേഞ്ച് ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾസിൽ നമ്മളിപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ PMF ഓർ PDF നമ്മൾ f(x) എന്ന് കണ്ടു. അപ്പോൾ ഇത് നമുക്ക് അറിയാമെങ്കിൽ ഇനി നമ്മൾ എക്സിൻ്റെ വല്ല ഫംഗ്ഷനുകൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ 2x + 3 എന്ന് പറയുന്ന പുതിയൊരു റാൻഡം വേരിയബിൾ, ഇനി ഞാൻ y എന്ന് കൊടുക്കുന്നു. ഈ റാൻഡം വേരിയബിളിൻ്റെ PMF എന്താണ്, അല്ലെങ്കിൽ PDF എന്താണ്, അല്ലെങ്കിൽ y = x², ഇതിൻ്റെ PMF എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ y = e⁻⁴ PMF കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചേഞ്ച് ഓഫ് വേരിയബിൾസിൽ നമ്മൾ ഡിസ്ക്രീറ്റ് കേസിന് സെപ്പറേറ്റ് ആയിട്ടും കണ്ടിന്യൂസ് കേസിനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്ക്രീറ്റ് കേസാണ് നോക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഓഫ് വേരിയബിൾസ് ഡിസ്ക്രീറ്റ് കേസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുകയെന്ന് ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ: ദ PMF ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഇസ് ഗിവൺ ബൈ എക്സ് എടുക്കുന്ന വാല്യൂസ് -1, 0 and 1, f(x) 11/32, 16/32 and 5/32. Find the PMF of y = 2x + 1 and second question y = x². അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ PMF നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസും ഇപ്പോൾ നമുക്കറിയാം അല്ലേ. അപ്പം നമുക്കിനി y എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ PMF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് y = 2x + 1 എന്ന് പറയുന്ന റാൻഡം വേരിയബിളാണ് നമ്മളിവിടെ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റാൻഡം വേരിയബിളിൻ്റെ PMF കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് എടുക്കും എന്നറിയണം. ഏതൊക്കെ വാല്യൂസാണ് y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കണമെന്ന് അറിയണം. അതിനുശേഷം നമ്മൾ ഓരോ വാല്യൂവും y എടുക്കാനുള്ള പ്രോബബിലിറ്റി കൂടി കണ്ടുപിടിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ y എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്. അപ്പോൾ y എന്ന് പറയുന്നത് എക്സിനനുസരിച്ച് മാറുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ എക്സ് ഏതൊക്കെ വാല്യൂസാണ് എടുക്കുന്നത്? എക്സ് -1 എടുക്കുന്നുണ്ട്, x0 എടുക്കുന്നുണ്ട്, x+1 എടുക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഇതാണ് എക്സിൻ്റെ വാല്യൂസ്. അതിനനുസരിച്ചിട്ട് y എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? വാട്ട് ഈസ് y? y is 2x + 1. അപ്പോൾ x -1 ആവുമ്പോൾ y എന്താണ്? 2 × -1 + 1. അപ്പോൾ 2 × -1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് -2 അല്ലേ. -2 + 1 എന്ന് വരും, which is equal to -1. അതായത് when x is equal to -1, y is equal to -1. ഇനി നമ്മൾ അടുത്ത വാല്യൂ നോക്കുന്നത് x0 ആവുമ്പോൾ വൈയുടെ വാല്യൂ എന്താണെന്നാണ്. അപ്പോൾ x0 ആവുമ്പോൾ y എന്തായിരിക്കും? 2 × 0 + 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് x0 ആവുമ്പോൾ വൈയുടെ വാല്യൂ 1 ആണ്. ഇനി അതുമാതിരി x1 ആവുമ്പോൾ എന്താണ് വൈയുടെ വാല്യൂ? 2 × x, അതായത് 2 × 1 + 1, അതായത് 2 × 1 is 2, 2 + 1 is 3. അപ്പോൾ 3 എന്ന് പറയുന്ന വാല്യൂ ആണ് എടുക്കുന്നത്. അതായത് നമ്മൾ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 3 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കും ഇപ്പം x is equal to 1. അപ്പോൾ നമ്മൾ 3 വാല്യൂസാണ് y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഏതൊക്കെ വാല്യൂസാണ്? y -1, +1 and +3. അങ്ങനെ 3 വാല്യൂസാണ് y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്നത്. ഇനി വൈൻ്റെ PMF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു റാൻഡം വേരിയബിളിൻ്റെ PMF പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എക്സിൻ്റെ PMFനെ നമ്മൾ f(x) = പ്രോബബിലിറ്റി ഓഫ് x = x കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ y എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ PMFനെ ഞാൻ g(y) കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എടുക്കണം. അപ്പോൾ ഞാൻ g(y) എന്ന് എടുക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് g(y)? അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ദിസ് വിൽ ബി പ്രോബബിലിറ്റി ഓഫ്, ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് y എന്ന് പറയുന്ന റാൻഡം വേരിയബിളാണ്. ഇവിടെ എക്സാമ്പിളാണ് ക്യാപിറ്റൽ X = സ്മോൾ x എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് പറയാം? ക്യാപിറ്റൽ Y = സ്മോൾ y എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ PMF എന്താണ്? g(y) = പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ Y = സ്മോൾ y. അപ്പോൾ PMF കാണണമെങ്കിൽ നമുക്ക് വൈൻ്റെ ഓരോ വാല്യൂസും -1, +1 and -3 ഈ ഓരോ വാല്യൂസിലുള്ള g(y) നമുക്ക് കാണും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ കാണാൻ പോകുന്നത് g(-1) ആണ്. അപ്പോൾ വാട്ട് ഈസ് g(-1)? ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് y is equal to -1
അല്ലേ? വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ -1 എന്ന് പറയുന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? g(-1) എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ പറ്റിയിട്ടൊന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് അറിയുന്നത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കി എപ്പോഴാണ് എൻ്റെ റാൻഡം വേരിയബിൾ വൈ -1 എന്ന് പറഞ്ഞ വാല്യൂ എടുത്തത്? എപ്പോഴാണ്? എക്സിൻ്റെ ടേംസിൽ നമ്മൾ നോക്കി. അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ -1 ആയപ്പോൾ തന്നെയാണ് വൈയും എന്തെടുത്തുണ്ടായിരുന്ന -1 എന്നുള്ള വാല്യൂ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു -1 എന്ന് പറയുന്നത് ഏത് പ്രോബബിലിറ്റിക്ക് തുല്യമായിരിക്കും? പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1 ഇതിന് തുല്യമായിരിക്കും, അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു what is probability of x is equal to -1? നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ദറ്റ് ഈസ് എഫ് ഓഫ് -1. അപ്പം നമ്മൾ നോക്കി വാട്ട് ഈസ് എഫ് ഓഫ് -1? ദറ്റ് ഈസ് 11/32, അല്ലേ? അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? രണ്ടാമത്തെ വാല്യൂ ആണ് നോക്കാൻ പോകുന്നത്. ജി ഓഫ് 1 ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ജി ഓഫ് 1? ജി ഓഫ് 1 ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ വൈ ഇസ് ഈക്വൽ ടു 1. അതായത് നമ്മളെ റാൻഡം വേരിയബിൾ വൈ 1 ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ നോക്കി എപ്പോഴാണ് റാൻഡം വേരിയബിൾ വൈ 1 ആയത്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് എക്സ് നമുക്ക് അറിയുന്ന ആളുള്ളൂ. അതായത് PMF എല്ലാം അറിയുന്ന ആൾ എക്സ് ആണ്. അപ്പോൾ വൈനെ എക്സിൻ്റെ ടേംസിൽ എഴുതി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. Probability of x is equal to 0 is our f of 0. What is f of 0? x 0 ആകുമ്പോഴുള്ള f of x. That is 16/32. അതാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഒരാളെ കൂടി കണ്ടുപിടിക്കണം. That is g of എക്സിൻ്റെ അടുത്ത വാല്യൂ 3 ആണ്. അപ്പോൾ g of 3 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ what is g of 3? g of 3 is equal to probability of y is equal to 3. അപ്പോൾ probability of y എപ്പോഴാണ് 3 ആയത്? y എപ്പോഴാണ് 3 ആയത്? When x is equal to 1. അപ്പോൾ probability of y is equal to 3 is equal to probability of x is equal to 1, which is equal to f of 1. What is f of 1? f of 1 is equal to 5/32. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നു? y എന്ന് പറയുന്ന നമ്മൾ റാൻഡം വേരിയബിൾ എടുക്കുന്ന ഓരോ വാല്യൂസ് കണ്ടുപിടിച്ചിരിക്കുന്നു. ആൻഡ് ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ വൈൻ്റെ PMF നമുക്കൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോമിൽ എഴുതാം. അപ്പോൾ ഞാനിവിടെ എഴുതുന്നത് y എടുക്കുന്ന വാല്യൂസാണ് എഴുതുന്നത്. ആൻഡ് അയാളുടെ PMF g of yയും നമ്മൾ എഴുതുന്നു. അപ്പോൾ y എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? -1, +1 ആൻഡ് +3. ഇങ്ങനെ 3 വാല്യൂസാണ് y എടുക്കുന്നത്. ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടുവച്ചു. ഫസ്റ്റ് വൺ ഇസ് 11/32. 1 എടുക്കാനുള്ള പ്രോബബിലിറ്റി 16/32. ആൻഡ് 3 എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 5/32. ദിസ് ഈസ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ PMF എന്ന് പറയാം ഓഫ് ദി റാൻഡം വേരിയബിൾ y വിച്ച് ഇസ് ഈക്വൽ ടു 2x + 1. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അതിലത്തെ സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് y ഇസ് ഈക്വൽ ടു x². ഇതിൻ്റെ PMF ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കണം? y എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ് എന്ന് നോക്കണം, അല്ലേ? അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസിനനുസരിച്ചിട്ടാണ് y എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ് -1 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുന്നു, 0 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നുണ്ട്, 1 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ y ഏതൊക്കെ വാല്യൂ എടുക്കും? അപ്പം -1 ആകുമ്പം നമുക്കറിയാം y ഇസ് ഈക്വൽ ടു x² ആണ്. അപ്പം y ഇസ് ഈക്വൽ ടു -1² which is equal to +1. അതായത് when x is equal to -1, y is equal to +1. When x is equal to 0, y is equal to 0² which is equal to 0. Okay. When when x is equal to 1, what is y? y is equal to 1² which is equal to 1. അതായത് ഇപ്പം നമ്മൾ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് കണ്ടുപിടിച്ചു. ഏതൊക്കെ വാല്യൂസാണ് y എടുക്കുന്നത്? 0ഉം 1ഉം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസാണ് നമ്മൾ എഴുതുക. 1 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഡിഫറെൻറ്റ് വാല്യൂസാണ് y എടുക്കുന്നത്? 0ഉം 1ഉം, അതായത് 2 വാല്യൂസാണ് y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്നത്. ഇനി നമുക്ക് yൻ്റെ PMF എഴുതാം. നമ്മൾ PMF ഓഫ് y ആണ് എഴുതാൻ പോകുന്നത്. വാട്ട് ഈസ് PMF ഓഫ് y? നമ്മൾ അതിനെ g ഓഫ് y കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. g of y is equal to probability of capital Y is equal to small y.
അത് നമ്മൾ കാണണം. ജി ഓഫ് സീറോയിലും കാണണം, ജി ഓഫ് വണ്ണും കാണും അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ജി ഓഫ് സീറോ നോക്കാം. വാട്ട് ഈസ് ജി ഓഫ് സീറോ? ജി ഓഫ് സീറോ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് വൈ ഈസ് ഈക്വൽ ടു സീറോ. ഞാൻ നോക്കി എപ്പോഴാണ് എൻ്റെ വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ സീറോ ആയിരിക്കുന്നത്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ. പ്രോബബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു സീറോ ഇസ് ഈക്വലൻ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ? അതിന് നമ്മൾ എഫ് ഓഫ് സീറോ എന്നാണ് പറയുക. വാട്ട് ഈസ് എഫ് ഓഫ് സീറോ? എഫ് ഓഫ് സീറോ എന്താണ്? 16/32. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ജി ഓഫ് വൺ ആണ് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ജി ഓഫ് വൺ? ജി ഓഫ് വൺ ഇസ് പ്രോബബിലിറ്റി ദാറ്റ് വൈ ഇസ് ഈക്വൽ ടു വൺ. അപ്പോൾ നമ്മൾ നോക്കി എപ്പോഴാണ് എൻ്റെ റാൻഡം വേരിയബിൾ വൈ 1 ആയത്? അപ്പോൾ വൈ രണ്ട് സമയത്ത് വൈ 1 ആയിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു -1 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു +1. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുന്നു? ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 ഓർ, അപ്പോൾ നമ്മൾ പ്ലസ് ഇട്ടു, ആൻഡ് എക്സ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു +1 വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -1 പ്ലസ് എഫ് ഓഫ് +1 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് എഫ് ഓഫ് -1? എഫ് ഓഫ് -1 is 11/32 plus f of 1 is 5/32 അല്ലേ, ആൻഡ് ദ ആൻസർ ഇസ് 16/32 എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പി എം എഫുകളും ഒരുമിച്ചിട്ട് എടുത്തിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ വൈയും എഴുതുന്നു, വൈ എടുക്കുന്ന വൈൻ്റെ പി എം എഫുകളും എഴുതുന്നു. അപ്പോൾ വൈ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടി? 0ഉം 1ഉം. അപ്പോൾ നമ്മൾ കണ്ടു എക്സ് വൈ 0 ആവാനുള്ള പ്രോബബിലിറ്റി ദാറ്റ് ഈസ് ഇറ്റ്സ് പി എം എഫ് ദാറ്റ് ഈസ് 16/32 ആണ്. ആൻഡ് വൈ 1 എന്ന് പറയുന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി ഓർ ഇറ്റ്സ് പി എം എഫ് ഇസ് 16/32. Question: the PMF of a discrete random variable x is given by x ന്റെ values -2, -1, 0, 1, 2, f of x 12/40, 8/40, 3/40, 1/40 and 16/40. Find the PMF of y is equal to 5 minus 2x. Second question, y is equal to x square plus 2. ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം y is equal to 5 minus 2xൻ്റെ PMF കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ y is equal to 5 minus 2x. അപ്പോൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് ആണ് എടുക്കുന്നത് എന്ന്, പിന്നെ അയാളുടെ PMF കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് എക്സ് എടുക്കുന്ന വാല്യൂവിനനുസരിച്ചിട്ടാണ് വൈ വാല്യൂസ് എടുക്കുന്നത് അല്ലേ. അപ്പം നോക്കാം, വെൻ എക്സ് ഇസ് ഈക്വൽ ടു -2 എന്തായിരിക്കും വൈ? വൈ ഇസ് ഈക്വൽ ടു 5 minus 2 into 2x അല്ലേ. അപ്പോൾ 2 into എക്സിൻ്റെ സ്ഥാനത്ത് -2 എന്ന് കൊടുക്കുക. 2 into -2 is -4 അല്ലേ. അപ്പോൾ -4 മൈനസ് ഇവിടെ ഉണ്ട് വരും അല്ലേ. അപ്പോൾ -4 എന്ന് പറഞ്ഞാൽ +4 എന്ന് വരും. അപ്പോൾ ദിസ് ഇസ് 5 + 4 എന്നാണ് വരിക, ദാറ്റ് ഈസ് 9. അപ്പം വെൻ എക്സ് ഇസ് ഈക്വൽ ടു -2, എക്സ് -2 ആവുമ്പോൾ വൈ എടുക്കണ വാല്യൂ ഏതാണ്? 9 ആണ്. വെൻ എക്സ് ഇസ് ഈക്വൽ ടു -1, വാട്ട് ഈസ് വൈ? വൈ ഇസ് ഈക്വൽ ടു 5 minus 2 into -1 that is equal to 5 plus 2. 2 into -1 is -2. Minus of -2 എന്ന് വരുമ്പോൾ +2 എന്ന് വരുന്നു, that is equal to 7. അപ്പോൾ എക്സ് -1 ആവുമ്പോൾ വൈ എന്താണ്? 7 എന്നുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, വാട്ട് ഈസ് വൈ? വൈ ഇസ് ഈക്വൽ ടു 5 minus 2 into 0. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി അല്ലേ. അപ്പോൾ 5 മാത്രം. And when x is equal to 1, what is y? Y is equal to 5 minus 2 into 1. That is 5 minus 2, which is equal to 3. And when x is equal to 2, y is equal to 5 minus 2 into 2. 2 into 2 ആണ് 4 വന്നു അല്ലേ. അപ്പോൾ 5 minus 4 ആണ് വരുന്നത്, that is equal to 1. അപ്പോൾ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1, 3, 5, 7 and 9. പിന്നെ നമുക്ക് നോക്കാം y 5 ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന്. അപ്പോൾ വൈൻ്റെ വാല്യൂസ് ഞാൻ എടുത്ത് എഴുതുകയാണ് 1, 3, 5, 7, 9 അല്ലേ. അപ്പോൾ നമുക്ക് വൈൻ്റെ PMF എഴുതാം. വൈൻ്റെ PMF നമുക്ക് g of y കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് g of y? ഇറ്റ് ഈസ് എ PMF of y, ദറ്റ് ഈസ് ഇറ്റ്സ്
It is probability of capital Y is equal to small y. അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് what is g of 1 എന്നാണ്. അപ്പോൾ what is g of 1? That is probability of y is equal to 1. അപ്പോൾ നമ്മൾ നോക്കി എപ്പോഴാണ് y 1 ആയത്? When x is equal to 2. That is probability of x is equal to 2. x 2 ആയപ്പോഴാണ് നമ്മൾ y 1 എന്നുള്ള വാല്യൂ എടുത്തത്. അപ്പം x 2 ആവുന്ന പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ that is f of 2 which is equal to 16/40. ഇനി നമ്മൾ നോക്കുന്നത് g of 2 ആണ്. അപ്പോൾ what is g of 2? g of 2 is probability of y is equal to 2. g of 3 ആണ്, g of 3 ആണ്. അപ്പോൾ probability of y is equal to 3 ആണ് അല്ലേ. അപ്പോൾ y is equal to 3. എപ്പോഴാണ് y 3 എന്ന് പറയുന്ന വാല്യൂ എടുത്തത്? when x is equal to 1. that is probability of x is equal to 1 which is f of 1. അപ്പോൾ എന്താണ് f of 1? x 1 ആവുമ്പോഴുള്ള f of x. that is 1/40 അല്ലേ. ഇനി നമുക്ക് വേണ്ടത് g of y-ൻ്റെ അടുത്ത വാല്യൂ 5 ആണ്. what is g of 5? is probability of y is equal to 5. അപ്പോൾ y എപ്പോഴാണ് 5 ആയത് നോക്കി? when x is equal to 0. അപ്പോൾ that is probability of x is equal to 0 which is f of 0. എന്താ f of 0? f of 0 is 3/40. 3/40. g of 7 ആണ് അടുത്തത്. g of 7 is probability of y is equal to 7. that is probability of y എപ്പോഴാണ് 7 ആയത് നോക്കി? when x is equal to -1. probability of x is equal to -1. that is f of -1. എന്താ f of -1 നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്? it is 8/40. 8/40 and last g of 9 അല്ലേ. അപ്പോൾ probability of y is equal to 9. എപ്പോഴാണ് y 9 ആയത്? when x is equal to -2. probability of x is equal to -2 which is f of -2. എന്താ f of -2? 12/40. അപ്പോൾ നമുക്ക് y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് നമുക്കറിയാം. ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി, അതിൻ്റെ PMFകൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അവരെ നമുക്ക് ഒരുമിച്ചിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ വൈയും g of y ആണ് ഇവിടെ എഴുതുന്നത്. y എടുക്കുന്ന വാല്യൂസ് 1, 3, 5, 7 and 9. g of y എന്താണ്? 16/40, 1/40, 3/40, 8/40 and 12/40. ഇതിങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y is equal to x² + 2 എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ PMF ആണ്. അപ്പോൾ നമുക്ക് ഈ y എന്തൊക്കെ വാല്യൂസ് ആണ് എടുക്കണമെന്ന് നോക്കാം. when x is equal to -2, what is y? y is equal to -2² + 2 അല്ലേ. അപ്പോൾ -2ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ +4 ആണ്. അപ്പോൾ 4 + 2 ആണ് വരുന്നത്. ആൻഡ് ദ ആൻസർ ഇസ് 6. അപ്പം when x is equal to -2, y is equal to 6. ഇനി എക്സിൻ്റെ അടുത്ത വാല്യൂ -1 ആണ്. അപ്പോൾ when x is equal to -1, what is y? y is equal to -1² + 2. -1² is 1. 1 + 2, that is equal to 3. When x is equal to 0, what is y? y is equal to 0² + 2 which is equal to 2. And when x is equal to 1, what is y? y is equal to 1² + 2 which is 1 + 2, 3 തന്നെയാണ്. And when x is equal to 2, what is y? y is equal to 2² + 2, that is 4 + 2, 6. അപ്പോൾ ഏതൊക്കെ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് y എടുക്കുന്നത്? y എടുക്കുന്ന വാല്യൂസ് y 2 എടുക്കുന്നുണ്ട് അല്ലേ, 3 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നുണ്ട്, ആൻഡ് 6 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നുണ്ട്. അതിവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 2, 3 and 6. അങ്ങനെയുള്ള 3 ഡിഫറെൻറ്റ് വാല്യൂസാണ് നമ്മൾ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്നത്. ഇനി നമ്മൾ y-ൻ്റെ PMF ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ PMF ഓഫ് y is given by, നമുക്ക് g of y എന്ന് പറയാം. ആൻഡ് വാട്ട് ഈസ് g of y? It is probability that capital Y is equal to small y. ക്യാപിറ്റൽ y എന്ന് പറയുന്ന നമ്മളെ റാൻഡം വേരിയബിൾ സ്മോൾ y എന്ന് പറയുന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് g of 2 കണ്ടുപിടിക്കണം. അപ്പോൾ വാട്ട് ഈസ് g of 2? That is probability of y is equal to 2.
അപ്പം നമ്മൾ നോക്കി y എന്ന് പറയുന്ന എൻ്റെ റാൻഡം വേരിയബിൾ എപ്പോഴാണ് 2 എന്ന് പറയുന്ന വാല്യൂ എടുത്തത്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, ദറ്റ് ഈസ് f of 0 എന്ന് പറയും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 is f of 0. What is f of 0? That is equal to 3/40. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് g of 3 ആണ്. What is g of 3? It is probability of y is equal to 3. അപ്പം y എപ്പോഴാണ് 3 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നത്? അപ്പോൾ y രണ്ട് സ്ഥലങ്ങളിൽ 3 എന്ന് പറയുന്ന വാല്യൂ എടുത്തിട്ടുണ്ട്. വെൻ എക്സ് ഇസ് ഈക്വൽ ടു -1, പിന്നെ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പം y 3 ആവുന്നത് ഒന്നില്ലെങ്കിൽ എക്സ് 1 ആവുമ്പോൾ, അല്ലെങ്കിൽ ഓർ എക്സ് -1 ആവുമ്പോൾ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ രണ്ട് വാല്യൂസ് എടുക്കുമ്പോഴാണ് y 3 ആവുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എഫ് ഓഫ് probability of x is equal to -1 is f of -1 plus probability of x is equal to 1 is f of 1. That is equal to, what is f of -1? നമ്മുടെ ടേബിളിൽ നിന്ന് നമുക്കറിയാം, it is 8/40 plus what is f of 1? It is 1/40. So the answer is 9/40. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് g of 6 ആണ്. g of 6 is probability of y is equal to 6. അപ്പോൾ നമ്മൾ നോക്കി എപ്പോഴാണ് നമ്മൾ റാൻഡം വേരിയബിൾ y 6 എന്ന് വാല്യൂ എടുത്തത്? രണ്ട് സ്ഥലങ്ങളിലുണ്ട്. ഒന്നില്ലെങ്കിൽ എക്സ് -1 ആവുമ്പോൾ, അല്ലെങ്കിൽ എക്സ് 2 ആവുമ്പോൾ. അല്ല, എക്സ് -2 ആവുമ്പോഴും എക്സ് +2 ആവുമ്പോഴും വൈയുടെ വാല്യൂ 6 ആണ്. അപ്പോൾ ദാറ്റ്സ് ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -2 ഓർ ആണ്. അപ്പോൾ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, probability of x is equal to -2 can be written as f of -2 plus f of x is equal to 2 നെ probability of x is equal to 2 നെ f of 2 എന്ന് എഴുതാം. അപ്പോൾ that is equal to -2, f of -2 is 12/40 plus f of 2 is 16/40. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 28/40 എന്നുള്ള ആൻസറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂസും പി എം എഫും എഴുതി വയ്ക്കാം. അപ്പോൾ നമ്മൾ y ആൻഡ് g of y ആണ് ഇവിടെ എഴുതുന്നത്. വൈൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 2, 3 ആൻഡ് 6. ആൻഡ് g of y is 3/40, 9/40 ആൻഡ് 28/40. അപ്പോൾ ഇതാണ് നമ്മളെ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, ദാറ്റ് ഈസ് x² + 2ൻ്റെ പി എം എഫ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ചേഞ്ച് ഓഫ് വേരിയബിൾസ് കണ്ടിന്യൂസ് കേസ്, അതായത് നമ്മൾ ചേഞ്ച് ഓഫ് വേരിയബിൾസ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉണ്ട്. അതിൻ്റെ PDF f of x എന്ന് തന്നിട്ടുണ്ടെങ്കിൽ y എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അങ്ങനെ വരുന്ന ഫംഗ്ഷനായിട്ട് വരുന്ന ഒരാളുടെ PDF, അതിനെ നമുക്ക് g of y കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ g of y is equal to f of x into 1 divided by modulus of dy/dx. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് y എന്ന് പറയുന്ന എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ PDF നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് PDF f of x is equal to 2x in the range 0 less than x less than 1 and 0 otherwise, find the PDF of the random variable y is equal to 3x plus 1. അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് f of x തന്നിട്ടുണ്ട് അല്ലേ. f of x എന്ന് പറയുന്നത് 2x ആണ്. അതിൻ്റെ റേഞ്ച്, എക്സിൻ്റെ റേഞ്ച് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നമുക്കറിയാം y എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് y? y ഈസ് ഈക്വൽ ടു 3x plus 1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫോർമുല പ്രകാരം PDF of y is given by g of y is equal to f of x into 1 divided by modulus of dy/dx ആണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് dy/dx കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഈ yനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ 3xനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ dy/dx is equal to 3 or modulus of dy/dx is also equal to 3 എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വാട്ട് ഈസ് g of y? അപ്പോൾ വാട്ട് ഈസ് g of y? PDF of y, PDF of y, g of y is equal to, നമ്മൾ ഫോർമുല എഴുതാം, f of x into
1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ദറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് 2x ഇൻറ്റു 1 divided by modulus of dy by dx, that is 1 divided by 3, or this is equal to 2 by 3 into x. അപ്പം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് y എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളിൻ്റെ PDF ആണ്. അപ്പോൾ അത് ആരുടെ ടേംസിൽ തന്നെ വേണം? വൈൻ്റെ ടേംസിൽ തന്നെ വേണം. പിന്നെ അവിടെ x വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് എക്സിനെ വൈയുടെ ടേംസിൽ എഴുതാം. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. y is equal to 3x plus 1 അല്ലേ? അത് നമുക്ക് എന്ത് എഴുതാം? y minus 1 is equal to 3x എന്ന് എഴുതാം. ഓർ വാട്ട് ഈസ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു y മൈനസ് 1 ബൈ 3 എന്ന് എഴുതാം. അപ്പോൾ എക്സിന് നമുക്ക് എങ്ങനെയാണ് വൈൻ്റെ ടേംസിൽ എഴുതാൻ പറ്റുന്നത്? ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എക്സ് ഇസ് ഈക്വൽ ടു y മൈനസ് 1 ബൈ 3. അപ്പോൾ ഇവിടെ എക്സ് വന്ന സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 2 ബൈ 3 ഇൻറ്റു എക്സ് വന്ന സ്ഥാനത്ത് y മൈനസ് 1 ബൈ 3 എന്ന് നമുക്ക് എഴുതാം. ഓർ ദിസ് ഈസ് 2 ബൈ 3 ഇൻറ്റു 3 അല്ല, ഡിനോമിനേറ്റർ അപ്പം 9 ഇൻറ്റു y മൈനസ് 1. അപ്പം നമ്മൾ വൈയുടെ PDF എഴുതി കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്, വൈൻ്റെ റേഞ്ച് എന്താണെന്നും കൂടി പറയണം. അപ്പോഴേ നമ്മൾ PDF പറയുന്നത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ വൈനെ ഏതൊക്കെ വാല്യൂസ് എടുക്കാം, ഏതാണ് റേഞ്ച്? അപ്പോൾ എക്സിൻ്റെ റേഞ്ച് നമുക്കറിയാം അല്ലേ? എക്സിൻ്റെ റേഞ്ച് എന്താണ്? എക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അപ്പോൾ നമ്മൾ നോക്കുക, എക്സ് 0 ആവുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താണ്, ആൻഡ് എക്സ് 1 ആവുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താണ് നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് റിലേഷൻ ആദ്യം എഴുതാം. y is equal to 3x plus 1. അപ്പോൾ when x is equal to 0, what is y? y is equal to 3 into 0 plus 1. അപ്പം y 1 ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വെൻ എക്സിൻ്റെ പിന്നെ ഹയസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ 1 ആണ്. അപ്പം വെൻ x is equal to 1, what is y? y is equal to 3x, that is 3 into 1 plus 1, that is 3 plus 1 വരും, 4 വരും. അപ്പം എക്സ് 0 to 1 റേഞ്ചിൽ പോകുമ്പോൾ y പോകുന്ന റേഞ്ച് ഏതാണ്? 1 to 4 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ y ലെസ് ദാൻ 4. ഈ റേഞ്ച് കൂടി പറഞ്ഞാൽ വൈൻ്റെ PDF കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് PDF, f of x is equal to x square by 81 minus 3 less than x less than 6 and 0 otherwise. Find the PDF of the random variable y is equal to 12 minus x by 3. അപ്പം f of x നമുക്കറിയാം. f of x is given as x square divided by 81. അതിൻ്റെ റേഞ്ച് -3 less than x less than 6 ആണ്. അപ്പോൾ വൈൻ്റെ PDF ആണ് കാണേണ്ടത്. അപ്പം PDF of yനെ നമ്മൾ g of y കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പം PDF of y, g of y is equal to, നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം this is f of x into 1 divided by modulus of dy by dx ആണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം dy by dx നോക്കാം. നമുക്കറിയാം what is y? y is equal to 12 minus x divided by 3 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ dy by dx is equal to 1/3 is a constant, അയാളെ മാറ്റി നിർത്തി. 12നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 12 ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 0 എന്ന് കിട്ടി. മൈനസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 കിട്ടി അല്ലേ? അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു -1 ആണ് ഇവിടെ ഉള്ളത്. -1 into 1/3. അപ്പോൾ -1/3 എന്ന് വന്നു. നമുക്ക് വേണ്ടത് മോഡുലസ് ആണ്. മോഡുലസ് ഓഫ് dy by dx is equal to 1/3 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ therefore g of y is equal to f of x into 1 divided by modulus of dy by dx, which is equal to f of x square by 81 into 1 divided by 1/3 എന്ന് വന്നു. അപ്പം ഈ 3യും 81ഉം ക്യാൻസൽ ആവും. അപ്പോൾ x square by 27 എന്ന് വന്നു. അപ്പോൾ വീണ്ടും നമ്മൾ വൈൻ്റെ PDF എഴുതുമ്പോൾ അത് വൈൻ്റെ ടേംസിൽ തന്നെ വേണം അല്ലേ? അപ്പോൾ ഇവിടെ പക്ഷേ ആരാ വന്നിരിക്കുന്നത്? x square ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സിനെ മാറ്റിയിട്ട് അതെന്ത് ചെയ്യും? അതിനെ വൈൻ്റെ ടേംസിൽ എഴുതണം. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം അല്ലേ? നമുക്കറിയാം y is equal to 12 minus x by 3 ആണ്, അല്ലെങ്കിൽ 3y is equal to 12 minus x ആണ്. or what is x? x is equal to 12 minus 3y. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. x 12 minus 3y ആണ്. അപ്പോൾ ഇവിടെ x വന്ന അവിടെ നമ്മൾ എന്ത് ചെയ്യണു? 12 minus 3y എന്ന് എഴുതുന്നു. ഇവിടെ x സ്ക്വയർ ആണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 27 എന്ന് കിട്ടും.
അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വൈൻ്റെ PMF ആയി. ഇനി നമുക്ക് വേണ്ടത് വൈൻ്റെ റേഞ്ചാണ്. അപ്പോൾ വൈൻ്റെ റേഞ്ച് എക്സിനനുസരിച്ചിട്ട് മാറും അല്ലേ. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് -3 മുതൽ 6 വരെയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് വൈയുടെ റേഞ്ച് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വെൻ എക്സ് ഇസ് ഈക്വൽ ടു -3 വാട്ട് ഇസ് വൈ അല്ലേ, അതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം വാട്ട് ഇസ് വൈ. വൈ ഇസ് ഈക്വൽ ടു ആക്ച്വലി ഇറ്റ് ഈസ് 12 - x ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പോൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു -3 വൈ ഇസ് ഈക്വൽ ടു 12 മൈനസ് ഓഫ് -3 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും അല്ലേ. ദറ്റ് ഈസ് 12 + 3 / 3 15/3 ആണ് വരിക. ദറ്റ് ഈസ് 5. അപ്പോൾ എക്സ് -3 ആവുമ്പോൾ വൈ എടുക്കണ വാല്യൂ എന്താണ് 5 ആണ്. ആൻഡ് എക്സിൻ്റെ അപ്പർ ലിമിറ്റ് പിന്നെ 6 ആണ് അല്ലേ. അപ്പോൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 6 വാട്ട് ഈസ് വൈ. വൈ ഇസ് ഈക്വൽ ടു 12 - 6 ഡിവൈഡഡ് ബൈ 3 എന്നാണ്. ദറ്റ് ഈസ് 6/3 എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു 2. അപ്പം എക്സ് -3 മുതൽ 6 വരെ പോകുമ്പോൾ വൈ 2 മുതൽ 5 വരെയാണ് പോകുന്നത്. നമുക്ക് ഏറ്റവും ചെറുത് ടു വലുതാണ് നമ്മൾ പറയേണ്ടത്. അപ്പം 2 മുതൽ 5 വരെയാണ് വൈൻ്റെ റേഞ്ച്. അപ്പോൾ നമുക്ക് PDF ഓഫ് വൈ ക്യാൻ ബി റിട്ടൺ ആസ് G ഓഫ് വൈ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് എന്താണ് 12 - 3y the whole square divided by 27 in the range 2 less than y less than 5. അടുത്ത ക്വസ്റ്റ്യൻ. A random variable x has the PDF f of x is equal to 1, 0 less than x less than 1. Find the PDF of first question y is equal to e raised to x. Second question y is equal to -2 log x. log x എന്ന് പറഞ്ഞാൽ log നാച്ചുറൽ ലോഗരിതമാണ് ടു ദ ബേസ് e ആണ് കേട്ടോ. അപ്പോൾ -2 log e ടു ദ ബേസ് x എന്ന് പറയാം. അല്ലെങ്കിൽ അതിനെ -2 നാച്ചുറൽ ലോഗരിതത്തിന് നമ്മൾ ln കൂടി എഴുതും. അപ്പം -2 ln x എന്നായിരിക്കും ചിലപ്പം ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ തന്നാൽ എങ്ങനെയാണ് വൈയുടെ PDF കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നു f of x is equal to 1. x lies in the range 0 to 1. 0 less than x less than 1. അപ്പോൾ നമുക്ക് y ആണ് കാണേണ്ടത്. നമ്മൾ y ഞാൻ എടുക്കുന്നത് e raised to x. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. y is equal to e raised to x. അപ്പം PDF of y is given by G of y is equal to f of x into 1 divided by modulus of dy by dx. ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം dy by dx കണ്ടുപിടിക്കുന്നു. വാട്ട് ഈസ് dy by dx? dy by dx is equal to e raised to x-നെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ e raised to x തന്നെയാണ് കിട്ടുന്നത്. Therefore PDF of y is equal to f of x into 1 into 1 divided by ഇതിൻ്റെ മോഡുലസ് ഓഫ് e raised to x is e raised to xn. or this can be written as e raised to -x എന്ന് വന്നു അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ g of y ആണ്. അപ്പോൾ അത് yൻ്റെ ടേംസിൽ തന്നെ എഴുതണം. അപ്പോൾ y is equal to e raised to x എന്നറിയാം. then what is x അല്ലേ. അപ്പോൾ x പവറിൽ നിൽക്കുന്ന ആളാണ്. നമുക്ക് എന്ത് ചെയ്യാം, ലോഗരിതം എടുത്ത് നോക്കാം. അപ്പോൾ log y is equal to log e raised to x. ഞാൻ എടുത്തിരിക്കുന്നത് നാച്ചുറൽ ലോഗരിതാണ് അല്ലേ. ദിസ് ഈസ് x ഇൻറ്റു log e. log e ടു ദ ബേസ് e ആണ്. log e ടു ദ ബേസ് e എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ദിസ് ഇസ് x. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എന്താണ്, log y ആണ്. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു e റേസ് ടു മൈനസ് log y. log y ടു ദ ബേസ് e ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ g of y കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു കാര്യം കൂടി കണ്ടുപിടിക്കാനുണ്ട്, ഇയാളുടെ റേഞ്ച്. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എന്താണ്, 0 to 1 ആണ്. അപ്പോൾ വെൻ x is equal to 0, what is y? y is equal to e raised to 0, that is equal to 1. And when x is equal to 1, what is y? y is equal to e raised to 1, which is equal to e. അപ്പോൾ yയുടെ റേഞ്ച് എന്താണ്, 1 less than y less than e. ഇതാണ് yയുടെ റേഞ്ച് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും എഫ് ഓഫ് എക്സ് എന്തുതന്നെയാണ്, 1 തന്നെയാണ്. 0 less than x less than 1. നമുക്ക് y തന്നിരിക്കുന്നത് -2 log x ആണ് അല്ലേ. അപ്പോൾ നമുക്ക് g of y എഴുതാം. PDF of y is given by
g of y, which is equal to f of x into 1 divided by modulus of dy by dx. അപ്പോൾ നമുക്ക് dy by dx ആണ് ആദ്യം കാണേണ്ടത്. അപ്പോൾ dy by dx is equal to -2 into log x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 by x എന്നാണ് കിട്ടുക. അപ്പോൾ this is -2 by x. നമുക്ക് മോഡുലസ് ആണ് വേണ്ടത്. അപ്പോൾ മോഡുലസ് ഓഫ് dy by dx is equal to 2 by x എന്ന് വരും. അപ്പോൾ what is g of y? g of y is equal to f of x, that is 1 into 1 divided by 2 by x എന്ന് പറയാം, or this is equal to x by 2. അപ്പം നമ്മൾ എക്സിനെ അങ്ങനെ വെച്ചാൽ പോരാ, എക്സിനെ നമുക്ക് വൈൻ്റെ ടേംസിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, നമ്മൾ വൈ എന്താണ്? വൈ ഇസ് ഈക്വൽ ടു -2 log x ആണുള്ളത്. അപ്പോൾ വാട്ട് ഇസ് log x? log x ഇസ് ഈക്വൽ ടു ഈ -2 ഇങ്ങോട്ട് പോകും, അപ്പോൾ -y/2 ആണ്. log x ടു ദ ബേസ് ഇ ആണ്. അപ്പോൾ log x ടു ദ ബേസ് ഇ എന്ന് പറയുന്നത് -y/2 ആണെങ്കിൽ വാട്ട് ഈസ് x? x എന്ന് പറയുന്നത് e raised to -y/2 ആയിരിക്കും. log x -y/2 ആണെങ്കിൽ x എന്തായിരിക്കും? e raised to -y/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈ 1/2നെ ഞാൻ മാറ്റി വെച്ചു. എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? e raised to -y/2 എന്ന്. അപ്പോൾ നമ്മൾ വൈൻ്റെ PDF ആണ് കണ്ടുപിടിച്ചത്. ഞങ്ങളുടെ റേഞ്ച് കൂടി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം വൈൻ്റെ റേഞ്ച് മാറുന്നത് എക്സിൻ്റെ റേഞ്ചിനനുസരിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എന്താണ്? 0 to 1. അപ്പോൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, വാട്ട് ഇസ് വൈ? വൈ ഇസ് ഈക്വൽ ടു -2 log 0. -2 log 0, അത് നമ്മൾ എടുത്തിരിക്കുന്നത് ടു ദ ബേസ് ഇ ആണ്. അപ്പോൾ -2 log 0 ടു ദ ബേസ് ഇ. അപ്പോൾ log 0 ടു ദ ബേസ് ഇ എന്ന് പറയുന്നത് ഇത് ശരിക്കും -∞ ആണ് അല്ലേ. അപ്പോൾ -∞ ഇൻറ്റു ഇവിടെ -2 ഉണ്ട്. അപ്പോൾ അത് +∞ ആയിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് +∞. അപ്പോൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, y is equal to +∞. And x is equal to 1, what is y? y is equal to -2 log 1 to the base e ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു log 1 to the base e എന്ന് പറയുന്നത് 0 ആണ്. അപ്പം -2 into 0 is again 0. അപ്പം വൈൻ്റെ റേഞ്ച് എന്താണ്? 0 to ∞. അപ്പോൾ നമുക്ക് g of y നെ എങ്ങനെ എഴുതാം? g of y is equal to 1/2 e raised to -y/2, 0 less than y less than ∞ എന്ന് എഴുതാം.